ജെയിംസ്, ജഗൻ എവിടെ? ഇവിടെ ഉണ്ടായിരുന്നതാ സാർ, ഇപ്പോ കാണുന്നില്ല. എവിടെ പോയെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഓ ഷിറ്റ്, ആകെ പ്രോബ്ലം ആണോ? ആ കള്ളപ്പന്നി എബി മാത്യു ചതിച്ചു. അവനിപ്പോ വാക്കുമാറ്റി പറയുന്നു ആ ഓസ്ട്രേലിയൻ കമ്പനിയെ രാമസ്വാമി അസോസിയേറ്റ്സുമായി അവൻ കൊളാബറേറ്റ് ചെയ്യാൻ പോകുന്നു. പന്നൻ. ജെയിംസ്, എത്രയും പെട്ടെന്ന് സിറ്റി മുഴുവൻ അരിച്ചു പെറുക്കിക്കോ. എനിക്ക് ജഗനെ വേണം. ജഗൻ ഇല്ലാതെ ഒരു സ്റ്റെപ്പ് എനിക്ക് മുമ്പോട്ട് വയ്ക്കാനാവില്ല. ആ, യു ഗെറ്റ് മീ ജെയിംസ്? യെസ്, നന്ദകുമാർ. ശംഭോ മഹാദേവ. ഓ ജഗൻ, നീ എവിടുന്നാ? ഇന്ന് രാത്രി എന്നെ ജീവനോടെ കണ്ടില്ലെങ്കിൽ നീ ഉറങ്ങില്ല എന്നറിഞ്ഞു. എടാ നീ എവിടുന്നാ? ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. എടാ ഞാനേ നമ്മുടെ ഡെൻമാർക്കൻ എറിക് ജോൺ ഇല്ലേ, ആ വയലിനിസ്റ്റ് വട്ടൻ, അവനിന്ന് മണാലിന്ന് വന്ന് ചാടി ഒരു കെട്ട് നല്ല അമറൻ ചരസുമായിട്ട്. ഞാൻ അങ്ങോട്ട് വെച്ച് പിടിക്കുക. ഓൺ ദ വേ ഞാനൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. ഞങ്ങൾ ചെറിയൊരു ഡിസ്കഷനില്ല ഒഴികെ. അത് കഴിഞ്ഞ് ഗസൽ കേൾക്കാൻ പോകുന്നു ഹബീബുള്ള സ്ട്രീറ്റിൽ. കിഷൻ മാഥൂർ പാടുന്നു. നീ വരുന്നോ? എടാ നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഞാൻ ആകെ തീ പിടിച്ച അവസ്ഥയിലാ. അതിന് ചരസ ബെസ്റ്റ്. കൂടെ വേണമെങ്കിൽ റമ്മും കോളെ ഒരു പിൻബലത്തിന്. എടാ പൊന്നൻ എബി എനിക്ക് പണി തന്നു. അവനാ കോൺട്രാക്ട് രാമസ്വാമി അസോസിയേറ്റ്സിന് മറിച്ചു കൊടുക്കാൻ പോകുന്നു അല്ലേ? നീ അറിഞ്ഞോ? എല്ലാം അറിയുന്നവൻ ഞാൻ. ശംഭോ മഹാദേവ. എടാ നീ ഇറങ്ങണം. നീ ഇറങ്ങിയാലേ വല്ലതൊക്കെ നടക്കൂ. ആ കോൺട്രാക്ട് എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നല്ല ഒരു രാത്രിയിൽ വന്ന് വീണ മാരണം. നീ പോയി ഒരു കുപ്പിയുടെ കഴുത്ത് പൊട്ടി ചടി തുടങ്ങ്. എണ്ണം വെച്ചോ, 4ാമത്തെ പെഗ്ഗിൽ ഐസ് ക്യൂബ്സ് വീഴും മുമ്പ് ഞാൻ എത്തിയിരിക്കും. നീ തനിച്ചു പോയാൽ? ആ എറിക് ജോണിനെയും ഫ്രണ്ട്സിനെയും കൂട്ടാം. അടി വീഴുന്നെങ്കിൽ 5-6 സായിപ്പന്മാർക്കും കിട്ടട്ടെ. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികമല്ലേ? വന്ദേ മാതരം. പോടാ പോ. തമ്പി നീ ഉക്കാറ്. ഇനി ഇത് ഞാൻ ചവിട്ടും. ശംഭോ മഹാദേവ. മിസ്റ്റർ എബി മാത്യുവിനെ ഒന്ന് സോറി മിസ്റ്റർ, ഇപ്പൊ അകത്തേക്ക് പോകാൻ കഴിയില്ല. ഒരു അർജന്റ് പ്രശ്നമുണ്ട്. என்ன மிஸ்டர் இப்ப பார்க்க முடியாதுன்னு சொன்னார்ல? சொன்னா புரியல? கோ மேன். வாயா. ഡാ അയൽ Hi there. We would like to meet Mr. Ebi Matthew. Just a minute, sir. Hello. Hi. I hope you have an appointment. Yeah, we do. Are you sure? Sure. There he is. Mr. Ebi Matthew has come. Hello. Hello. I'm Ebi Matthew. I'm Eric from Denmark. Hi. Hello. If you don't mind, please pay some time. Cheers. സായിപ്പിനെ മദാമേനെ കണ്ടപ്പോ വെള്ളാട്ടിറങ്ങ ഇല്ലടാ. ഒരപ്പന് പറഞ്ഞവന് ഒരു വാക്കേ പാടുള്ളൂ. നീ നന്ദനുമായിട്ട് പറഞ്ഞുറപ്പിച്ചതല്ലേ ആ ബിസിനസ് കോൺട്രാക്ട്? അത് തന്നെയല്ലേ നീ താഴത്തെ മുറിയിലിട്ട് രാമസ്വാമിക്ക് മറിച്ചടിക്കുന്നത്? നിന്റെ വല്യപ്പൻ ചാലിശ്ശേരിക്കാരൻ നയിപ്പ്
കാളക്കച്ചവടക്കാരനായിരുന്നു. പെരുമ്പിലാവ് ചന്തയിലെ കാളായിപ്പ് ചത്തുപോയി. അതുകൊണ്ടാ. അല്ലെങ്കിൽ നിന്നെ ഞാൻ അയാളുടെ മുമ്പിൽ കൊണ്ടുപോയി അയാളെ കൊണ്ട് പറയിപ്പിച്ചേനെ കച്ചവടത്തിന്റെ നേരിൽ നിർത്തിക്കാണെന്ന്. രാമസ്വാമിയുമായി നോ മോർ ഡിസ്കഷൻസ്. ഡീൽ പറഞ്ഞുറപ്പിച്ച പോലെ നന്ദകുമാറിന് കമ്മീഷൻ കാശ് കുറഞ്ഞു പോയെങ്കിൽ നീ ചോദിച്ചു, അവൻ തരും. പക്ഷെ ബിസിനസ് അവന് കിട്ടിയിരിക്കണം. എന്നെ വിടൂ ജഗൻ, ഞാൻ പറയാം, എല്ലാം പറയാം, പ്ലീസ്. ഒരു തള്ളു തള്ളിയാൽ നീ താഴെ വീണ് 64 പീസാകും. അടക്കാൻ ശവപ്പെട്ടി വേണ്ടി വരില്ല. ഒരു പോളിത്തീൻ ബാഗിൽ തൂത്തുവാരിയിടാനേ കാണൂ. പറ, നീ അമേരിക്കയിൽ പോയി പഠിച്ച ബിസിനസ് അഡ്മിനിസ്ട്രേഷനും ബിസിനസ് പിമ്പിങ്ങും ഒന്നും ഇവിടെ നിന്നെ രക്ഷപ്പെടാൻ സഹായിക്കില്ല. എനിക്ക് വാക്ക് തരണം. നാളെ നീ മാറ്റില്ല എന്നുറപ്പുള്ള വാക്ക്. ഓട്ടിയിൽ നന്ദകുമാറിന് പറ. പറ. ഓക്കെ ജഗൻ, ഞാൻ വാക്ക് തരുന്നു, ഞാൻ മാറില്ല. വാക്ക് മാറ്റിയ വീട്ടിൽ കയറി ഞാൻ വിട്ടും. ദിസ് ഇസ് ജഗൻ, മൈൻഡ്. ദ ഫോർത്ത് പെഗ്. 4ാമത്തെ പെഗിന് മുമ്പ് നീ എത്തി. ജഗൻ, ജഗന് മാത്രം കഴിയുന്ന കാര്യം. അവനെന്നെ വിളിച്ചു. ആ പരനാറി എബി മാത്യു നാളെ ഓസ്ട്രേലിയൻ പാർട്ടിയുമായി കോൺട്രാക്ട് സൈൻ ചെയ്യാമെന്ന്. അവന്റെ അമ്മയുടെ ഇരിക്കെ. നിന്റെ ഇന്നത്തെ കളി കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ലാഭം മിനിമം എത്രയാണെന്നറിയാവോ? കോടികൾ. 1ഉം 2ഉം അല്ല, 50 കോടി. 50 crores. ജഗൻ പറ, നിനക്ക് എത്ര വേണം? 5ഓ 10ഓ? അതോ ഹാഫ് ഓഫ് ദ മണി? കള്ളൻ, വേണ്ടാന്ന് പറയരുത്. നീ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ തരും. യു ഡിസർവ് ഇറ്റ്. നീ എന്റെ ഭാഗ്യവാടാ. നിന്നെ എനിക്ക് കിട്ടിയ ശേഷമാണ് എന്റെ പണം മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. പറ ജഗൻ, നിനക്ക് എത്ര വേണം? നിന്റെ പേഴ്സല്ലേ? യെസ്. ഇത് ധാരാളം. ഈ രാത്രി വെളുപ്പിക്കാൻ ഒരു ബോട്ടിൽ റം, 2 പാക്കറ്റ് സിഗരറ്റ്, ടാക്സിയിൽ ഒരു നഗര പ്രദക്ഷിണം. ദാറ്റ്സ് എനഫ്. ഒരുപാട് വലിയ പണത്തിന്റെ കണക്കുകൾ എന്നോട് പറയരുത്. എനിക്ക് കേൾക്കുന്നത് ഇഷ്ടമല്ല. ആവശ്യത്തിലേറെ പണം കാണുന്നതും എനിക്ക് വെറുപ്പാണ്. പറ്റില്ല, പറ്റില്ല. എനിക്കിത് ആഘോഷിക്കണം. പണം അല്ലെങ്കിൽ പിന്നെ വേറെ എന്ത് വേണമെന്ന് പറയണോ? നാളെ പാരീസിലേക്ക് പറക്കണോ? എന്തിന്? പെണ്ണുപിടിക്കാം, കള്ളുപിടിക്കാം, ഒരു ചേഞ്ച്. അല്ലെങ്കിൽ ലാസ് വേഗസിലെ കാസിനോകളിൽ ചൂത് കളിച്ച് കളയാൻ നമുക്ക്. വേണ്ട. പറ ജഗൻ, ആകാശത്തിന്റെ കീഴിൽ പണം കൊണ്ട് കിട്ടുന്നത് എന്തും ഞാൻ നിനക്ക് വാങ്ങിത്തരും. എന്തും? എന്തും. എന്നാൽ ഇതെനിക്ക് വാങ്ങിച്ചതാ. എന്താ ഇത്? ഒരു പഴഞ്ചൻ വീടോ? എവിടെയാ ഇത്? നാട്ടിൽ
ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒരു കോവിലകം. എത്രയാണ് ഇതിന്റെ വില എന്നെനിക്കറിയില്ല. 250 കോടിയുടെ ആസ്തിയുണ്ട് നിന്റെ സുഹൃത്ത് നന്ദകുമാറിന്. അതിൽ കൂടുതൽ വരുമെങ്കിൽ മാത്രം എനിക്ക് കുറച്ച് സമയം തരണം. 250 കോടിക്ക് കേരള സംസ്ഥാനം മുഴുവൻ കിട്ടും. എനിക്കിത് മാത്രം മതി. ജെയിംസ് സർ. യെസ് സർ. താൻ കേട്ടല്ലോ. നാളെ തന്നെ ഇതിന്റെ ഡീൽ ഉറപ്പിച്ച് സെറ്റിൽ ചെയ്യണം. ആവശ്യമുള്ള പണം ബാങ്കിൽ നിന്ന് ഡ്രോ ചെയ്യാം. ശരി സർ. എന്താ ഈ പഴഞ്ചൻ കോവിലത്തോടുള്ള ബന്ധം? ഒരു മോഹം, കിറുക്ക്, അല്ലെങ്കിൽ പുരാവസ്തുക്കളോട് പോയ കാലത്തിനോടുള്ള ഒരു പെറ്റി എഫെക്ഷൻ, ക്രൈസ്, എന്തും വിളിക്കാം. ജെയിംസ് സർ. അത് വാങ്ങിക്കുന്ന എന്റെ പേരിലാകരുത്, നന്ദന്റെ പേരിൽ തന്നെ വേണം. നോനോ, നിന്റെ പേര് തന്നെ മതി. എനിക്കെന്ത് കാര്യം ഇതില്? ഇല്ല നന്ദൻ, എന്റേതാവുമ്പോ എന്റെ ത്രിൽ നശിക്കും. നിന്റെ ബിനാമിയായി എനിക്ക് അവിടെ ചെന്ന് കയറാം. മരണം വരെ ഭൂമിയിൽ ഒരു വാടകക്കാരനായി കഴിയാനാണ് എനിക്കിഷ്ടം. ഒന്നും എനിക്ക് സ്വന്തമാക്കണ്ട. നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ്. അങ്ങനെ തീരണം കളി. ഇത് കിറുക്കല്ല, മുഴുവട്ട്. എന്റെ യൂറോപ്യൻ ട്രിപ്പ് കഴിഞ്ഞ് ഞാനും വരുന്നുണ്ട് നിന്റെ കോവിലകം കാണാൻ. ഇന്നിനി തെണ്ടാൻ പോകുന്നില്ല നീ. മൂക്കറ്റം കുടിച്ച് നമ്മൾ ഒന്നിച്ചുറങ്ങുന്നു. വേണമെങ്കിൽ വില കൂടിയ 2 ബ്ലാങ്കറ്റ്സ് വരുത്താം, മാറി മാറി പുതയ്ക്കാൻ. No, no. ശംഭോ മഹാദേവ. പേപ്പേഴ്സ് ഒക്കെ മിസ്റ്റർ ജെയിംസ് ചെക്ക് ചെയ്തല്ലോ. യെസ്. പിന്നെന്താ ഒരു കൺഫ്യൂഷൻ? ഒരു പോയിന്റിൽ ഇപ്പോഴും ഞങ്ങൾ ഇത്തിരി ഡൗട്ട്ഫുൾ ആണ്. അതാ വക്കീൽ പറയുന്നത്. ആ പാർട്ടിയുടെ ഒബ്ജക്ഷൻസ് ഉണ്ടാവില്ല എന്ന് ഉറപ്പുകൂടി നമ്മളൊരു സേഫ് സൈഡിന്. എന്റെ അമ്മാവന്റെ ഭാര്യയ്ക്ക് ഈ പ്രോപ്പർട്ടിയിലുള്ള അവകാശത്തിന് യാതൊരു വാലിഡിറ്റി ഇല്ല. ആ ബന്ധത്തിൽ കുട്ടികളില്ലാത്ത നിലയ്ക്ക് ഭാര്യയ്ക്ക് സ്വത്തിൽ എന്താ അവകാശം? ദാറ്റ് ഐ അഗ്രി. പക്ഷേ ഈ അമ്മാവൻ മരിച്ചു എന്നതിനും തെളിവില്ലല്ലോ. ഹീസ് മിസ്സിംഗ് അല്ലേ? ഒരു 15 വർഷമായിട്ട് യാതൊരു വിവരവുമില്ല. മരിച്ചിട്ടുണ്ടാവണം. ഒരു വിശ്വാസം, അല്ലാതെ തെളിവില്ല. സി മിസ്റ്റർ ബൽറാം, നാളെ ഈ സുഭദ്ര തമ്പുരാട്ടി കോർട്ടിൽ മൂവ് ചെയ്താൽ അത് പ്രോബ്ലം ഉണ്ടാക്കും. എന്തുവാ ഇതിനകത്തോട്ട് പുറത്തോട്ട് നിന്നാട്ടെ. ചിലക്കാണ്ട് പോയിപ്പിള്ളേ. ആരാ കോലം വായിക്കാൻ വന്നത്? നിങ്ങളാ? നിങ്ങളെ മനസ്സിലായില്ല. എന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല. കോലം വായിക്കണമെങ്കിൽ അപ്പം തമ്പുരാന്റെ അനുവാദം വാങ്ങണം. നിങ്ങളെ കുളപ്പള്ളിക്ക് കൂട്ടിക്കൊണ്ടുവരാണ് ഞങ്ങൾ വന്നത്. എടോ, വെറുതെ കുഴപ്പമുണ്ടാക്കരുത്. താൻ പോ. കുഴപ്പത്തിലാകാൻ പോണതേ ഇയാളാ. അത് ഒഴിവാക്കട്ടെ, വന്ന് തമ്പുരാനെ കാണും. സൗകര്യപ്പെട്ടില്ല. നിങ്ങൾക്ക് പോവാം. സാറേ, ഏതായി സ്ഥലം എന്നറിയോ? ട്രൗസർ അഴിഞ്ഞു പോവേ. മഹാ ചീത്ത നാടായത്. വരട്ടല്ലേ മാഷ്? കുട്ടി ആ മാഷ് പോയി വല്ല പണി നോക്ക്. വരട്ടല്ലടാ, അടിച്ച് മോന്തക്കുറ്റി തിരിച്ചളയും. ഉണ്ടാക്കരുത്. എന്തേ കാണിക്കുന്നത്? സർക്കാർ ടി വി എന്തായി കാണിക്കാൻ? ഞാൻ പോലീസിനെ വിളിക്കും. പറഞ്ഞ കേക്കില്ല അല്ലേടാ. കുളപ്പുള്ളിക്കത് അറിയില്ലടാ. എന്താണ് മനുഷ്യന്മാരെ, ഒരാണൊരുത്തൻ ഇങ്ങനെ ഇട്ട് തല്ലുക? നീ ആരാടാ? ഞാനോ? എന്റെ പേര് ബാപ്പുന്നാ, തങ്ങളങ്ങാടി സ്വദേശം. എന്തേ? നീ ഇവന്റെ കമ്പനി തന്നെയാ? എന്നാ നിനക്കും കിട്ടും. ഇല്ല മോനെ, അങ്ങനെ വൈക്കുന്നടി വാങ്ങി പൊരെ കൊണ്ടുപോണ പരിപാടി ബാപ്പുവിനില്ല. കണിമംഗലം കോലം വായിക്കാൻ വന്ന ടീമാണെങ്കിൽ ആ കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് മണ്ണിൽ കുത്തണവന്റെ എല്ലാം കാലിയം വെട്ടിയേറി. അങ്ങനെ വെട്ടിയെറിയാൻ പറ്റിയ ഉണ്ണിപ്പിണ്ടി കാലേ നീ ഇതുവരെ കണ്ടു കാണൂ. ഞാനാ കണിമംഗലം കോവിലം വാങ്ങാൻ പോകുന്നത്. എന്റെ കാലിലെ 2 രോമം പിഴുതെടുക്കാൻ ധൈര്യമുള്ള ഒരുത്തൻ ഈ നാട്ടിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ വരാം. നീ അവിടുത്തെ ഊച്ചാളി ചട്ടമ്പി. നീ ജെയിംസിനെ തല്ലിയോടാ? അന്നായുള്ളൂ. അങ്ങനെ വേണം. നീ ആരാ? മിസ്റ്റർ കേരളയാ മസിൽ പിടിച്ചോണ്ടിരിക്കുന്നത്?
മസിൽ വിടറാ, മസിൽ വിടറാ. വിടാ. എഴുത്തച്ഛൻ ഞാൻ സോമ്പിള്ള, ഗസ്റ്റ് ഹൗസ് മാനേജർ. അകത്തോട്ടിരിക്കാം. വരൂ. ബാപ്പു വാ. വേണ്ട. മിസ്റ്റർ വർമ്മ, നിങ്ങൾ പ്രോപ്പർട്ടിയിൽ അവകാശമുള്ള മറ്റാളുകളുടെ കാര്യം ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത് നന്നായില്ല. നിങ്ങളെപ്പോലെ ഒരാളിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല. ഇറ്റ്സ് നോട്ട് ഫെയർ. കൊളപ്പുള്ളി അപ്പം തമ്പുരാന്റെ ഒരു വക ദുർവാശിയാണത്. ആര് വന്നാലും അനീതിയുടെ അവകാശം പറഞ്ഞ് അങ്ങോട്ട് മുടക്കുക. തൊഴുത്തി കെട്ടിയ പട്ടിയെ പോലെ. തിന്നില്ല, തീറ്റിക്കയില്ല. സാറ് കോലം വാങ്ങാനുള്ള തീരുമാനം ഉപേക്ഷിച്ചോ? അത് അത്ര എളുപ്പം ഉപേക്ഷിക്കാവുന്ന ഒരു തീരുമാനമല്ലല്ലോ മിസ്റ്റർ പിള്ളേ. അത് ഈ കൊളപ്പുള്ളി അപ്പൻ തമ്പുരാനെ എനിക്കൊന്ന് കാണാൻ കഴിയോ? ഞാനൊന്ന് കണ്ട് സംസാരിക്കാം. മൂർഖന. പാമ്പിനോട് കളിക്കുമ്പോ മിനിമം മൂർഖനോട് തന്നെ കളിക്കണം. അപ്പോഴല്ലേ അതിനൊരു ത്രില്ലുള്ളൂ. എന്താ ബാപ്പു? അതെ, ഉഗ്രവശമുള്ള ജാതിയായിട്ടല്ലേ ഈ തമ്പുരാനും കണക്ഷൻ. ദോഷം വരില്ല. അപ്പൊ തമ്പുരാനാ ഏത് കൊല്ലത്തെ ആവോ? അതൊക്കെ നമുക്ക് വഴിയെ പറയാ എഴുത്തച്ഛാ.